നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 65 വയസ്സുള്ള ഖദീജ ബീബി ചിരിക്കുന്ന മുഖത്തോടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. സലാം പറഞ്ഞു, സലാം മടക്കി സന്തോഷത്തോടെ സ്വീകരിച്ചു. വീടിനകത്ത് കയറി വന്നു, കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചു. ഖദീജ 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചു. നബി തങ്ങളുടെ അടുത്ത് പോയിരുന്നു. നബി തങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുമോ? എനിക്കൂടെ വാരിത്തരുമോ? പിന്നെന്താ, നബി തങ്ങൾ വാരിക്കൊടുത്തു. നീയും വാരിത്താ ഖദീജ എനിക്ക്. ഇതാണ് ഭാര്യയും ഭർത്താവും. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേക്കറിയിലോ ഏതെങ്കിലും ഒരു ഷോപ്പിലോ പോയിട്ട് ഒരു 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 ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് മേടിച്ചിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് വലിച്ചു കുടിക്കുന്നതിനല്ല സ്നേഹമെന്ന് പറയുന്നത്. അത് അഭിനയം. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജയ്ക്ക് വാരിക്കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ഭക്ഷണം വാരിക്കൊടുത്തിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിന് വാരിത്തരാറുണ്ടോ? ഖദീജ ബീബി നബിതങ്ങൾക്ക് വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജയ്ക്ക് വാരിക്കൊടുത്തു. ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങൾ ഇരുന്നപ്പോൾ ചോദിച്ചു, ഞാൻ മടിയിൽ ഒന്ന് തലവെച്ച് കിടന്നോട്ടെ? കിടക്ക് ഖദീജ, നീ എൻ്റെ ഭാര്യയല്ലേ, കിടക്ക്. 65-ാമത്തെ വയസ്സിൽ ഈ വയത് കേൾക്കാൻ വന്ന വാപ്പ എവിടെ കിടക്കുന്നത്? നീ ഒരു റൂമിൽ, നിന്റെ ഭാര്യ ഒരു റൂമിൽ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ വാപ്പമാര് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കാറുണ്ടോ? എടോ, ഭാര്യയും ഭർത്താവും വേറെ വേറെ റൂമിൽ. പ്രായമായില്ലേ? എന്താ പ്രായമാകുമ്പോ പിന്നെ കടന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പൊ നീ പെണ്ണ് കെട്ടിയത് എന്തിനാണെന്ന് ചിന്തിക്കണം. വാപ്പ പ്രായമാകുമ്പോഴാ കൂടെ കിടക്കേണ്ടത്, അല്ലാതെ ചെറുപ്പത്തിലല്ല. താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുന്ന കാലത്താ. മരിക്കുന്നത് വരെ ഒരുമിച്ച് കിടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുമിച്ച് കിടക്കണ്ടേ? ഉസ്താദെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യ ആമിന വാടി കിടക്ക. ഓ, നിങ്ങൾ പോയി കിടക്ക്, മക്കളൊക്കെ ഇല്ലേ? ഭാര്യ പറയും. അതൊന്നും പറയരുത്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം. അങ്ങനെ നബിതങ്ങളുടെ മടിയിൽ കിടന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ, എന്നെ നോക്കിയിട്ട് എന്തേ നീ ചിരിക്കുന്നത്? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തൊരു ഗ്ലാമറാ നബിയേ, എന്തൊരു സൗന്ദര്യമാ നബിയേ. അല്ലാഹുവേ, വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി മണിയറയിൽ കിടന്നിട്ട് ഭർത്താവ് പറയുന്നു, നിനക്ക് ഗ്ലാമറാ, നീ സുന്ദരിയാ. അതിലൊന്നും കാര്യമില്ലടോ, വയസ്സാകുമ്പോഴാണ് പറയേണ്ടത്. ഖദീജ പറയുന്നു, എന്തൊരു സുന്ദരനാ നബിയേ. 25 കൊല്ലമായില്ലേ ഖദീജ, 25 കൊല്ലമായില്ലേ ഖദീജ. പ്രിയപ്പെട്ടവരെ, നബിതങ്ങളും ഖദീജ ബീബിയും പരസ്പരം സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖദീജ ബീബി നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 25 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 വർഷമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഈ 25 വർഷത്തിന്റെ ഇടയില് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്, എനിക്ക് പൊരുത്തം തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ എന്ന ഭാര്യ പൊരുത്തം ചോദിക്കുകയാണ്. നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, പോകാൻ സമയമായി നബിയേ, എന്റെ മരണമെടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമെടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, മരണമെടുത്തെന്ന്. പ്രവാചകൻ ഖദീജ ബീബിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാ. പറയല്ലേ ഖദീജ, പറയല്ലേ ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നീ
നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു. എന്റെ പെങ്ങളെ ഖദീജ ആരാണെന്നറിയുമോ? ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാണ്, മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരമാണ്. എന്തിനാണ് അല്ലാഹു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം ഖദീജയ്ക്ക് കൊടുക്കുന്നതെന്നറിയുമോ? പെങ്ങളെ, ഈ കാണുന്ന മഖാം കാണാൻ എത്ര മനോഹരമാണെന്നറിയുമോ? ഒഴുകുന്ന പുഴയുടെ ചാരത്ത് ഈ മഖാം ഇങ്ങനെ കാണുമ്പോ ഒന്ന് പോയിരിക്കാൻ ജനങ്ങൾ ഓടി വരുന്നുണ്ടല്ലോ. എന്റെ പെങ്ങളെ, ഇതുപോലെ ആരാരും ശല്യം ചെയ്യാനില്ലാത്ത ഒരു ഭാഗത്ത് അല്ലാഹു ഒരു കൊട്ടാരം ഖദീജയ്ക്ക് പണിതിട്ടിട്ടുണ്ട്. എന്തിനാണ് കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 25 വർഷം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജയുടെ നാവ് ഉയർന്നിട്ടില്ല. നബി തങ്ങളുടെ മുമ്പില് ഖദീജ ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. 25 ദിവസമല്ല, 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഈ 15 വയസ്സ് കുറവല്ല, കൂടുതലാണ്. ആ നബിയെക്കാൾ വയസ്സുകൂടിയ ഖദീജ ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതിനാണ് അല്ലാഹ് ഈ സ്ഥാനം കൊടുത്തത്. അതിനാണ് അല്ലാഹ് ഈ കൊട്ടാരം കൊടുക്കുന്നത്. നിനക്ക് ലഭിക്കുമോ പെങ്ങളെ? നിനക്ക് ലഭിക്കുമോ ഉമ്മ? എന്തെല്ലാം പറയും ഉമ്മ, നീ പറയുന്നത് നിനക്കറിയില്ലല്ലോ. ദേഷ്യം വരുമ്പോ എന്തൊക്കെ പറയാറുണ്ട്. ആ മനുഷ്യൻ മിണ്ടാതെ നിന്ന് കേൾക്കുകയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ പരാതിയില്ല ഖദീജ, പരാതിയില്ല ഖദീജ. നിനക്ക് പൊരുത്തം ചോദിക്കാൻ നീ എന്നോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഖദീജ. ആ ഒരൊറ്റ മറുപടി കേട്ടപ്പോ ഖദീജ ബീബി ചാടി എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു, ചുംബനം കൊടുത്തു, ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് 3 വസിയ്യത്തുണ്ട്. എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 3 ആഗ്രഹമാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. വേറെ ഒരാളും എന്നെ കുളിപ്പിക്കരുത്. ഒരു പെണ്ണും എന്റെ ശരീരം കാണരുത്. ഒരു പെണ്ണ് പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരമാണ്, നിങ്ങൾ കണ്ട ശരീരമാണ്. ഇത് വേറെ ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. വേണം എന്റെ ജനാസ കുളിപ്പിക്കാൻ. കുളിപ്പിക്കുമോ നബിയെ? കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ഖദീജ തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ചുംബനം കൊടുത്തിട്ട് ചോദിക്കുകയാണ്, എന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ നബിയെ? റസൂലുള്ള സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, കഫം പുതിയ സമയമാകുമ്പോ, മയ്യത്ത് പുതിയ സമയമാകുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അങ്ങെപ്പോഴും ധരിക്കുന്ന ഷാളുണ്ടല്ലോ, അതെനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. എന്തിനാണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ എനിക്ക് ഖബറിനകത്ത് കടക്കണം നബിയേ. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. നിങ്ങളുടെ സുഗന്ധമില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഇതാണടോ പ്രണയമെന്ന് പറയുന്നത്. ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. എന്റെ ഭർത്താവിന്റെ സുഖമില്ലാതെ എന്റെ ഭർത്താവിന്റെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ യാ റസൂലല്ലാഹ്.
നിബിതങ്ങൾ സമ്മതിക്കുകയാ. മൂന്നാമത്തെ ആഗ്രഹം എന്റെ ഖബറിനകത്ത് ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ഖബറിനകത്ത് ഇറങ്ങാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഇറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. പെങ്ങളെ, മയ്യത്ത് കുളിപ്പിച്ചത് നബിതങ്ങളാ. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യമാണ്. ഖദീജ ബീബിയുടെ ജനാസ കുളിപ്പിച്ചത് ഭർത്താവായ നബിതങ്ങളായിരുന്നു. പടച്ചവനെ, ജനാസ പുതിയ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നബിതങ്ങൾ ചുംബിക്കുകയാ. ഖദീജ ബീബിയുടെ കഫം തുടിക്കകത്ത് ഷാള് വെക്കുകയാണ്. ഖബറിനകത്തിറങ്ങി ജനാസ താങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഒരു പിടി മണ്ണ് വാരി, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിബിതങ്ങളും മണ്ണ് വാരി വെക്കുമ്പോ ഖദീജയുടെ കഫം തുണി നനയുകയാ. നിബിതങ്ങൾ കരയുകയാണ്. ഖദീജ ബീബിയുടെ ജനാസ ഖബറടക്കി. 63-ാമത്തെ വയസ്സുവരെ നിബിതങ്ങൾ ജീവിച്ചു. വേറെ വിവാഹം കഴിച്ചു. പക്ഷേ ഖദീജനെ മറന്നില്ല. വേറെ വിവാഹം നബിതങ്ങൾ കഴിച്ചു. ഖദീജയെ മറന്നില്ല. ആരെങ്കിലും നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തുവിടുമായിരുന്നു. തൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് ആ ഭക്ഷണം കൊടുത്തുവിടും. എന്തു പറഞ്ഞാലും മറ്റുള്ളവരോട് പറയും, എൻ്റെ ഖദീജ അങ്ങനെ ചെയ്യും, എൻ്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, എൻ്റെ ഖദീജ നല്ലവളായിരുന്നു. എല്ലാവരോടും പറയും. വേറെ ഭാര്യമാരോടും പറയും, നിന്നെ പോലെയൊന്നുമല്ല ഖദീജ, എൻ്റെ ഖദീജ അങ്ങനെ, എൻ്റെ ഖദീജ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു. പെണ്ണല്ലേ, പെട്ടെന്ന് ദേഷ്യം വന്നു. എപ്പോൾ നോക്കിയാലും ഖദീജ ഖദീജ ഖദീജ. ഈ കിളവി മാത്രമേ ഉള്ളൂ എന്താ ഇത്ര സ്നേഹം? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹം എന്താ? വേറെ ഭാര്യമാരൊന്നും ഇല്ലേ? ഖദീജ ബീബി ഒരൊറ്റ ചോദ്യം, ആയിഷ ബീബി ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് കരഞ്ഞു. വാപ്പ നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനെന്നറിയോ? തൻ്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചത് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബിതങ്ങൾ കരഞ്ഞു. തൻ്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോഴും പറഞ്ഞു, നീ ഒന്നും എൻ്റെ ഖദീജയെ പോലെ ആകില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ നിർത്തുകയാ. സ്നേഹിക്കടോ. ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തി കൊടുത്ത് അഭിനയങ്ങളൊക്കെ നിർത്തിയിട്ട് എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല. ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും, ഒന്ന് യാത്ര പറയാൻ പോലും സമയം കിട്ടൂല. അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്ക്. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ പറയുന്ന ദിക്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ 3 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലിയാൽ 70 തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി. ഈ പറയുന്ന ഒരു ദിക്റ് നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം പറഞ്ഞാൽ 70 തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിലെ ഏറ്റവും ചെറുത് ടെൻഷനാ. 70ഓളം അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ 70 തരം പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. 3 വട്ടം പറഞ്ഞാൽ മതി. ഈ ദിക്റ് അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? പോരാ. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദിക്റ് പറയാ നമുക്ക് വല്ലാത്ത മടിയാണ്. ദിക്റുകൾ പറയാ നമുക്ക് വല്ലാത്ത മടിയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ ദിക്റുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ ദിക്റുകൾ പറഞ്ഞാൽ അല്ലാഹുവേ 70 തരം പ്രയാസങ്ങൾ ഒറ്റ ദിവസം, ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് വരാനിരിക്കുന്ന 70 പ്രയാസങ്ങൾ അല്ലാഹു തട്ടിമാറ്റുകയാണ്. അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്. നിന്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന 70 പ്രയാസങ്ങള് ഒരു ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഈ ദിക്ർ പറയാ ഭാഗ്യം നൽകണേ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സൂര്യൻ ഉദിക്കുമോളം അതിനേക്കാൾ ദുനിയാവിലും അതിലുള്ള സർവ്വ വസ്തുവിനേക്കാൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിക്ർ പറയാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ പ്രവാചകൻ പറയുമായിരുന്നു. ഈ ദിക്ർ പ്രവാചകൻ പറയുമായിരുന്നു. ഈ ദിക്ർ പറയുന്നതിനെ കുറിച്ച് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ ദിക്ർ പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ പറയാൻ നമ്മളിൽ പലർക്കും മടിയാ, പലരെ പ്രയാസമാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി മഹാനവറുകൾ പറയുകയാണ്, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് പറയൂലേ? നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് 3 പ്രാവശ്യം പറ. നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 70 പ്രയാസങ്ങൾ അല്ലാഹു നിനക്ക് തട്ടിമാറ്റി സംരക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ദിക്ർ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ദിക്ർ പറയാൻ നമുക്ക് മടിയാ. ദിക്ർ പറയാൻ നമ്മളിൽ പലർക്കും മടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലൊരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ആ ഖബറാളികളോട് ചോദിക്കുകയാ, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? എന്തേ? നമുക്ക് ദിക്റുകളൊക്കെ പറയാൻ വലിയ പ്രയാസം, വലിയ മടിയാണ്. എങ്കിലും നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം ചിന്തിക്കാറില്ല. നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാനോ നിങ്ങളോ ചിന്തിക്കാറില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 5ാമത്തെ ഖലീഫയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ കണ്ണ് നിറയാതെ ഒരാൾക്ക് പോലും അത് വായിച്ചു തീർക്കാൻ കഴിയില്ല. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണമടുത്തിരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെന്ന് കുളിക്കുകയാ. മരണത്തിന് വേണ്ടി നല്ലതുപോലെ ഒരുങ്ങുകയാണ്. എന്നിട്ട് വീടിന്റെ റൂമിനകത്ത് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ വിളിക്കുകയാണ്. തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, എന്റെ മരണമടുത്തിരിക്കുകയാ. പൊരുത്തം ചോദിക്കുകയാ, യാത്ര പറയുകയാ, ഉപദേശങ്ങൾ കൊടുക്കുകയാ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു, ഞാൻ ഈ സമയത്തല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഈ അവസാന സമയം ഞാനല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? എന്തിനാണ് എന്നെ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ. അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ,
മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. അതുകൊണ്ട് നീ റൂമിന്റെ വാതിലടച്ച് പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഫാത്തിമ മനസ്സില്ല മനസ്സോട് ഭർത്താവ് പറഞ്ഞതാണല്ലോ. വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്, വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ലടോ. ഒളിഞ്ഞു നോക്കുകയാണ്. ആരാണ് ഭർത്താവിനെ കാണാൻ വരുന്നത്? ഭർത്താവ് എന്താണ് പറയുന്നത്? അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് സലാം പറയുകയാണ്. ആരോടാ? ഭാര്യയോടല്ല, മക്കളോടല്ല, കൂടപ്പറപ്പുകളോടല്ല, കുടുംബക്കാരോടല്ല, നാട്ടുകാരോടല്ല. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാ. ഭാര്യ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഖുർആനിലെ ഒരായത്തോതുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്തേതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, ഖുർആനിലെ ആയത്തോതുകയാ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് തുണിയെടുത്ത് മുഖത്തിന്റെ മുകളിലിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അനക്കമില്ലടോ, പിന്നെ അനക്കമില്ല. റൂമിനകത്ത് നിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. ഭാര്യ വാതില് തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവ് കിടക്കുകയാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവ് കിടക്കുകയാ. പടച്ചവനെ, ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടുകയാണ്, കുടുംബക്കാർ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും പറയുന്നു നല്ല മരണമാണ് കൊടുത്തത്. അസ്റായീലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്തോടി ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും നല്ലത് മാത്രം പറയുകയാ. മരണ വീട്ടിൽ വന്നവര് മുഴുവനും നല്ലത് മാത്രം പറയുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ. എല്ലാവരും പറയുന്നു, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സുഗന്ധമാണ്, മുഖത്തെന്ത് പ്രകാശമാണ്. ചിരിച്ചുകൊണ്ട് കിടക്കുന്നല്ലോ, ഉറങ്ങുന്നവരെ പോലെ കിടക്കുന്നല്ലോ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അവിടത്തെ ജനാസ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കബറടക്കുകയാ. മയ്യത്ത് കബറടക്കി കഴിഞ്ഞപ്പോ ആ പള്ളിയിൽ കൂടിയവര് മുഴുവനും പറയുന്നു നല്ല മരണമാണ് കിട്ടിയത്. ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചത്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, അസ്റായീലിനോട് സലാം പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും പള്ളിയിൽ നിന്നുകൊണ്ട് പറയുകയാ. എന്ത് ചെയ്തെന്നറിയുമോ? ഒരാളും വീട്ടിൽ പോയില്ല, ഒരാള് പോലും പിരിഞ്ഞു പോയില്ല. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. ആ മരണ വീട്ടിലേക്ക് തന്നെ എല്ലാവരും തിരിച്ചു ചെന്നു. എന്നിട്ട് വീടിന്റെ വെളിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ,
നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ, നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാ. പടച്ചവനെ, നീ ഇദ്ദയിലാണെന്ന് ഞങ്ങൾക്കറിയാ. പിന്നെ എന്തിനാണ് ഫാത്തിമ ഞങ്ങൾ വന്നതെന്നറിയോ? എന്തിനാണ് നിന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്റെ ഭർത്താവിന്റെ കബറടക്കിയിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് ഈ ജനങ്ങൾ മുഴുവനും വന്നതെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്തോതിയല്ലോ, സഹാദത്ത് കലിമ പറഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് പ്രകാശമായിരുന്നു ഫാത്തിമ. പുഞ്ചിരിച്ചുകൊണ്ടാണ് നിന്റെ ഭർത്താവ് കടന്നത്. നിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു ഫാത്തിമ. എല്ലാവരും നിന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് ഫാത്തിമ, ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഞങ്ങൾക്കും ഇതുപോലെ നിന്റെ ഭർത്താവിന് അല്ലാഹു കൊടുത്തതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞതാ. അതിനു വേണ്ടിയാണ് ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് പറയുന്ന ഖുസറിൽ നിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നത് എന്റെ ഭർത്താവായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് എന്റെ ഭർത്താവായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്റെ ഭർത്താവായിരുന്നു എന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് ജനങ്ങൾ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ലാകിൻ വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനേക്കാൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യരോ, എന്റെ ഭർത്താവിനേക്കാൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല.